കോട്ടയം ചങ്ങനാശ്ശേരിയിൽ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനം താളം തെറ്റിയതായി പരാതി. MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ച ഡിവൈഎഫ്ഐ കഴിഞ്ഞ ദിവസം ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരുടെയും ക്യാൻസർ രോഗികൾ ഉൾപ്പെടെയുള്ളവരുടെയും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു. കാലവർഷക്കെടുതിയുടെ ദുരിതമനുഭവിക്കുന്ന പ്രധാന ഇടങ്ങളിൽ ഒന്നാണ് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി. ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണം ലഭിക്കാതെ വന്നത് പരാതിക്ക് വഴിവെച്ചിരുന്നു. പിന്നാലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞ രോഗികൾ ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിലെ വൈദ്യുതി ബന്ധവും KSEB വിച്ഛേദിച്ചു. ഹൃദയസംബന്ധമായ രോഗം മൂലം ബുദ്ധിമുട്ടുന്ന രോഗിക്ക് സമയബന്ധിതമായി ആംബുലൻസ് ലഭിക്കാത്തതും പരാതിക്ക് ഇടയാക്കി. ഏകോപനമില്ലാതെയാണ് പല ക്യാമ്പുകളും പ്രവർത്തിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് DYFI MLA ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് MLA ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ DYFI ജില്ലാ സെക്രട്ടറി TS ശരത് ഉദ്ഘാടനം ചെയ്തു. കുട്ടനാട് MLA LDFിന്റെ MLA അല്ല, കുട്ടനാട് MLAക്ക് പറയേണ്ടി വരിക. ഇതാ വിളിച്ചിട്ട് മുഖ്യമന്ത്രി ഫോൺ എടുക്കുന്നില്ല, തിരിച്ചു വിളിക്കുന്നില്ല. ഇതാ വിളിച്ചിട്ട് റവന്യൂ മന്ത്രി ഫോൺ എടുക്കുന്നില്ല, മറുപടി പറയുന്നില്ല. ഇതൊക്കെ പറയേണ്ടി വരികയാണ്. ഞാനും നിങ്ങളും നമ്മളെല്ലാവരും നോക്കി കാണുക. 2018 പ്രളയത്തിൽ കേരളത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾക്കകത്ത് നിന്ന ആളുകളുടെ എണ്ണം, ക്യാമ്പുകളിലായ ആളുകളുടെ എണ്ണം 35 ലക്ഷം പേരാണ്. 35 ലക്ഷം പേർ ക്യാമ്പിലേക്ക് എത്തിയാൽ ഈ ക്യാമ്പിനകത്ത് പച്ചവെള്ളം കൊടുക്കാൻ ഈ സർക്കാരിന് സാധിക്കുമോ? റവന്യൂ വകുപ്പിന് ഇപ്പോഴും സെക്രട്ടറി ഇല്ല. കെടുകാര്യസ്ഥതയാണ്, അനാസ്ഥയാണ്. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച നടപടിയിൽ ഇന്നലെയും DYFI KSEB ഓഫീസ് ഉപരോധിച്ചിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.